ഹായ്. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. അത് എൻ്റെ അമ്മയുടെ ഓർമ്മകളാണ് എനിക്ക് ആ കറിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ഓർമ്മയിൽ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന കറികളിൽ കുറച്ച് കറികൾ നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ല, അമ്മമാരുണ്ടാക്കുന്ന എപ്പോഴും ഓർമ്മയിലുണ്ടാവില്ല. അങ്ങനെയുള്ള കറികൾ ഒരു കറിയാണിത്. അതെനിക്ക് വളരെ ഫേവറേറ്റ് ആണ്. അതുകൊണ്ട് എപ്പോൾ അത് വെക്കുമ്പോഴും ഞാൻ എൻ്റെ അമ്മയെ മിസ് ചെയ്യുന്നു. അമ്മ വെക്കുന്ന രുചിയൊന്നും ഞാൻ വെക്കുമ്പോൾ കിട്ടത്തില്ല. ഉണക്ക അയലയും പച്ചക്കായും. അപ്പം ഇതൊരു വളരെ പാവപ്പെട്ട കറിയാണ്, പക്ഷെ അത് ടേസ്റ്റ് ആണെങ്കിൽ സൂപ്പറാണ്. അപ്പം നല്ല ഉണക്കയില വേണം, അതാണ് ഇതിനകത്ത് മസ്റ്റായിട്ടുള്ളത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പച്ച ഏത്തക്കായും 2 ഉണക്കയില എടുത്ത്, അയില ചെറുതാണ് അതുകൊണ്ടാണ് 2 എണ്ണം കേട്ടോ. ഇത് ഞാൻ ഓൺലൈനിൽ മേടിച്ച നല്ല ഡ്രൈ ആയിട്ടുള്ള ഉണക്കയിലയാണ്. അപ്പം ഇത് നമ്മൾ ഈ ഉണക്കയില സ്വല്പം ഉപ്പൊന്ന് പോകാൻ വേണ്ടി ഒരു 10 മിനിറ്റ് വെള്ളത്തിലിടണം, എന്നിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. അതുപോലെ കായും ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പം ഞാനൊന്ന് അരിഞ്ഞെടുത്തോണ്ട് വരാവേ. അങ്ങനെ നമ്മൾ കായെല്ലാം അരിഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അത് ഇങ്ങനെയാണ് അരിയേണ്ടത്, ഇതേപോലെ അരിയണം, ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മുടെ അയലേന്ന് കഴുകി വൃത്തിയാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ചേർക്കാൻ ഒരു 5-6 പച്ചമുളക് നീളത്തിൽ കീറിയതുണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പില. ഇത്രയും ചേർത്ത് നമുക്ക് അടുപ്പിൽ വെച്ച് വേവിക്കണം. ചട്ടിയിലേക്ക് നമ്മൾ ഈ അരിഞ്ഞ് വെച്ച കായയുടെ കഷ്ണങ്ങൾ ചേർക്കുവാണ്. കായയുടെ കഷ്ണങ്ങൾ, അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വൃത്തിയാക്കി വെച്ച അയലയുടെ കഷ്ണങ്ങൾ. ഇത് ചെറിയ അയല ആയതുകൊണ്ട് ഞാൻ മുറിച്ച് വന്നപ്പോൾ ചെറിയ കഷ്ണങ്ങളാണ്. പിന്നെ ഇവിടെ ഒരുപാട് ഉണക്കയില ഇവിടെ ഒത്തിരി ടേസ്റ്റ് വരുന്ന ഇഷ്ടമല്ല. നമ്മൾ ഉണക്കയില ഒരു ചെറിയ ടേസ്റ്റ് വന്നാൽ മതി. പിന്നെ ഇത് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഉണക്കയില ചേർക്കാം. പിന്നെ നമ്മൾ നടുവേ പുളന്ന് വെച്ചിരിക്കുന്ന ഒരു 5-6 പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇത് നിർബന്ധമില്ല, അതിലൊരു അര ടീസ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ്. ഇനി ഇതിലോട്ട് നമുക്ക് ഇത് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം. ഇനി നമുക്ക് ചേർക്കേണ്ടത് കുടംപുളിയാണ്. മീനകത്തൊക്കെ ചേർക്കുന്ന പുളിയില്ലേ, കുടംപുളി വേണ്ട, അത് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നതാണ്. ഇത് നമുക്ക് പുളിക്ക് ആവശ്യത്തിനുള്ളത് ചേർക്കാം. ഞാൻ ഇച്ചിരി പുളി മുന്നോട്ടാണ് ഇട്ടിരിക്കുന്നത്, ഇച്ചിരി കൂടി നിന്നോട്ടെന്ന് വിചാരിച്ചിട്ട് അത് മതി. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. ഇത് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇത്തിരി കുറച്ച് വെക്കണം. നന്നായിട്ട് കായൊന്ന് വേകണം, കായും അയലയും നന്നായിട്ട് വേകണം. പിന്നെ ഉപ്പ് നമ്മളിപ്പോൾ ചേർക്കുന്നില്ല, കാരണം ഉണക്കമീൻ ആയതുകൊണ്ട് കുറച്ച് ഉപ്പ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ വെന്ത് കഴിഞ്ഞിട്ട് ഉപ്പ് നോക്കിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ മതി. ഇതിന് നന്നായിട്ട് വേകുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമുക്കിതിൻ്റെ അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ ചിരണ്ടിയത്, ചുമന്നുള്ളി, വെളുത്തുള്ളി ഒരു 3-4 അല്ലി, പിന്നെ ഒരു 1/2 സ്പൂൺ പച്ചമല്ലി ഇല്ലെങ്കിൽ 1/2 സ്പൂൺ മല്ലിപ്പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇത് അടുപ്പേൽ വെച്ചിട്ട് മീനും കായും കൂടെ. നമുക്കിത് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കാം. വെന്തിട്ടില്ല കായ, എന്നാലും നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നല്ലോ. അപ്പോൾ ഉപ്പില്ലെങ്കിൽ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ഒഴിച്ച വെള്ളമൊക്കെ കുറച്ചൊന്ന് പറ്റി വന്നിട്ടുണ്ട്. ഞാൻ ഉപ്പ് നോക്കട്ടെ. ഉപ്പില്ല, ഈ ഉണക്കമീന് വലിയ ഉപ്പില്ലാത്ത അയലയായിരുന്നു. അപ്പം നമ്മളിതിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ശകലം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് വേകണം, കുറച്ചും കൂടി ഇത് വേകണം. ഇനി അത് ബാക്കിയും കൂടെ വേകട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ അതെ, ഒരു 20-25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ മൺചട്ടി ആയതുകൊണ്ട് ഞാൻ കുറച്ച് ലോ ഫ്ലെയിമിൽ ഇട്ട് വേവിച്ചുകൊണ്ടാണ്, നമ്മൾ ചട്ടി പോകുമല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ വെച്ചതാണ്. അപ്പോൾ വേകാൻ 20-25 മിനിറ്റ് എടുത്തിട്ടുണ്ട്. കായൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ അയല കഷ്ണമൊക്കെ ഞാൻ വലയിട്ട് നോക്കണം, കാരണം നമ്മൾ ചെറിയ കഷ്ണമായിരുന്നല്ലോ, പക്ഷെ ടേസ്റ്റ് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അയലയുടെ കഷ്ണങ്ങൾ വെന്തിട്ടുണ്ട്, കായും വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അരച്ച് വെച്ചത് ചേർക്കാം. അപ്പോൾ അതാണ് നമ്മൾ അരച്ച് വെച്ച തേങ്ങയുടെ കൂട്ട് നമുക്കിതിലേക്ക് ചേർക്കാം. അപ്പോൾ നമ്മളിത് അരച്ചിരിക്കുന്നത് ഒരു ചെറിയ തേങ്ങയുടെ അരമുറി തേങ്ങയുണ്ട്. അരമുറി തേങ്ങ, ഒരു 3-4 വെളുത്തുള്ളി, 3-4 ചുവന്നുള്ളി, ഒരു 1/2 സ്പൂൺ പച്ചമല്ലി, പിന്നെ ശകലം മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് നമ്മൾ നല്ല പേസ്റ്റ് പോലെ അരച്ചതാണ്. അത് നമുക്കിതിലോട്ട് ചേർക്കാം. ഞാൻ ആദ്യം കാണിച്ചപ്പോൾ തേങ്ങ കുറച്ചാണ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് എടുത്തത്. ഞാൻ അരയ്ക്കാൻ നേരം ബാക്കി തേങ്ങയും കൂടെ ചേർത്തായിരുന്നു കേട്ടോ. അരച്ച് വന്നപ്പോൾ എനിക്ക് തേങ്ങ കുറവാണെന്ന് തോന്നി, അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങയും കൂടെ ചേർത്തു. അപ്പോൾ മൊത്തം ഞാനൊരു അരമുറി തേങ്ങ ചേർത്തിട്ടുണ്ട്. നമ്മൾ മിക്സിയുടെ
ജാറൊന്ന് കഴുകി ആ വെള്ളവും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർക്കാം. ഇനി നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല ഉണക്കമീൻ്റെ ആ ഒരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. കറിയെല്ലാം തിളച്ച് കഷ്ണമൊക്കെ വെന്ത് കഴിയുമ്പോൾ നല്ലൊരു ഉണക്കമീൻ്റെ മണമൊക്കെ വരുന്നുണ്ട്. ഈ കറിക്ക് ശരിക്കും എൻ്റെ വീട്ടിലിതിന് പറയുന്നത്, ഈ കറിയുടെ പേര് വണ്ടിക്കറി എന്നായിരുന്നു പറയുന്നത്. അത് ശരിക്കും അതിൻ്റെ കാര്യം എൻ്റെ അമ്മയൊക്കെ പറയുന്നത്, പഴയ കാലത്ത് ഈ കാളവണ്ടിയിലൊക്കെ ദൂരെ സ്ഥലങ്ങളിലേക്ക് യാത്ര പോകുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവർ ഓരോ സ്ഥലങ്ങളിൽ എത്തുമ്പം ആ സ്ഥലത്ത് അവർ ഓരോ രാത്രിയാകുമ്പോൾ ഓരോ സ്ഥലങ്ങളിൽ അവർ വണ്ടി നിർത്തി കാളയൊക്കെ അഴിച്ച് കെട്ടി അവിടെ അടുപ്പ് കൂട്ടി ചോറും കറിയൊക്കെ ഉണ്ടാക്കി കഴിച്ച് കിടന്നുറങ്ങും. അപ്പം അന്നേരം അവർ വെക്കുന്ന ഒരു കറിയാണ് ഈ കായും ഉണക്കയിലയും കൂടെയുള്ള കറി എന്നാണ് എൻ്റെ അമ്മ പറഞ്ഞ് കേട്ടിരിക്കുന്നത്. അമ്മയൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ, ഞാൻ ചോദിക്കാൻ മാർഗ്ഗവും ഇല്ല, അമ്മ മരിച്ചുപോയി, അതുകൊണ്ട് അറിയാവുന്ന ആരും ഇല്ല. അപ്പോൾ ഇതാണ് ഞാൻ കേട്ടിരിക്കുന്ന ഒരു കഥ. എന്തായാലും വണ്ടിക്കറി എന്നാണ് ഞങ്ങളുടെ വീട്ടിൽ അറിയപ്പെടുന്നത്. പക്ഷേ ഞാൻ ഇപ്പോൾ അത് പറയുന്നത് ഏത്തക്കായും കായും കൂടെ വെച്ച് ഉണക്കയിലയും കൂടെ കറി വെച്ച് നമ്മൾ പറയും. വണ്ടിക്കറി എന്ന് പറഞ്ഞാൽ ആർക്കും അറിയത്തില്ലല്ലോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കാര്യം. അപ്പോൾ ഇത് നമ്മുടെ കറി അരപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് ഒന്ന് ചൂടായിട്ടുണ്ട്. ഇത് ചൂടാകാനേ പാടുള്ളൂ, കറി തിളപ്പിക്കരുത്. നമ്മൾ തേങ്ങ അരച്ച കറികൾ തിളപ്പിക്കരുത്. നല്ലതായിട്ട് ചൂടായിട്ട് ഇങ്ങനെ ആവി വരുന്നതാണ് അതിൻ്റെ ഒരു പരിപാടി. അപ്പോൾ അങ്ങനെ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഞാൻ നോക്കിയപ്പോൾ സ്വല്പം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, ഒരു ശകലം പുളിയും കൂടെ വേണം. അപ്പോൾ ഞാനൊരു ശകലം കുടംപുളിയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നോക്കിയിട്ട് നമ്മൾ ചേർക്കുക, പുളിയും ഉപ്പൊക്കെ ചേർക്കുക. അപ്പോൾ ഇത് ഇപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ എന്നാലും എൻ്റെ ഫൈനലായിട്ട് എൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. സ്വയംഭം കറി. അപ്പോൾ നമുക്ക് ഇനി ഇത് ചെയ്യാനുള്ളത്, ഇതിലേക്ക് നമ്മൾ കടുക് വറുത്തിടണം. അപ്പോൾ നമ്മൾ കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. കടുക് ചേർത്ത് കൊടുക്കുന്നു. 2-3 ഉണക്കമുളക് മുറിച്ചത് ചേർക്കാം. പിന്നെ ഒരു ചെറിയ ഉള്ളി, 2 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം. അപ്പോൾ ഈ കടുക് വറുത്ത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ രുചികരമായ ഏത്തയ്ക്ക ഉണക്കയില കറി റെഡി, അഥവാ വണ്ടിക്കറി റെഡി. അപ്പോൾ നമുക്ക് ഇനി അത് കൂട്ടി ചോറുണ്ടുക എന്നുള്ളൊരു പരിപാടിയേ ബാക്കിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പലർക്കും അറിയാത്തവരൊന്ന് ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.